പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ മറവിൽ നടന്ന അഴിമതിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ നവംബർ 1 ശനിയാഴ്ച ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ അനധികൃതമായി വീട് വെച്ച കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഗ്രാമപഞ്ചായത്ത് 2015-2020 കാലഘട്ടങ്ങളിൽ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത കാലയളവിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷാലും, അതോടൊപ്പം തന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ CPM-ൻ്റെ പ്രസിഡന്റും കൂടിയായ TP ജോണും അനധികൃതമായി വീടുകൾ സമ്പാദിക്കുകയും, അതായത് ജോണിന് 1.5 ഏക്കർ വസ്തു ഉണ്ടായിട്ട് 3 സെൻറ്റ് വസ്തു 20 സെൻറ്റ് വസ്തുവിനെ കാണിച്ചാണ് വീട് വാങ്ങിച്ചത്. വില്ലേജിൽ നിന്ന് വിവരാവകാശം പാർട്ടി വെച്ചപ്പോൾ അത് 1.5 ഏക്കറിലായിട്ട് തെളിയാൻ കഴിഞ്ഞത്. ഷാലിനെ സംബന്ധിച്ച് വളരെയേറെ ആസ്തിയുള്ള ആൾ, 3-4 വണ്ടിയുള്ള ആൾ. അദ്ദേഹം വീട് വാങ്ങിച്ച് പണി പൂർത്തി അത് മറിച്ച് വെക്കുകയുണ്ടായി. ഈ ഇതുപോലെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രമുഖരായ 2 ആളുകൾ അനധികൃതമായി വീട് സമ്പാദിച്ച് അത് ഓഡിറ്റിംഗ് പ്രകാരം പഞ്ചായത്തിൻ്റെ ഓടിക്കാനും പഞ്ചായത്തിൻ്റെ വിജിലൻസും ഒക്കെ അന്വേഷിച്ചപ്പോൾ ഇത് അനധികൃതമാണെന്നും പണം തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ടും പല പ്രാവശ്യം രേഖാപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കത്തുകൾക്ക് നൽകിയെങ്കിൽ പോലും ഇതുവരെയും ആ പണം തിരിച്ചടയ്ക്കുവാൻ 2 കൂട്ടരും തയ്യാറായിട്ടില്ല. പക്ഷേ ഇത് ഭാരതീയ ജനതാ പാർട്ടി ഇതിനു മുൻപും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങൾ ധർണയും പഞ്ചായത്ത് വിരോധമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് സമയബന്ധിതമായി കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ നടന്ന സംഭവം എന്ന നിലയിൽ ഇത്രയും കാലങ്ങളായിട്ടും ഈ പണം തിരിച്ചു പിടിക്കാനോ ഇത് അടയ്ക്കാനോ ഉള്ള ഒരു സ്ഥിതി ഇവർ മനസ്ഥിതി കാണിക്കാതെയും വീണ്ടും അഴിമതിയിലേക്ക് മുന്നിൽ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. ഒന്നാമത്തെ കാര്യമാണ് ഹൈറേഞ്ചിലെ ഒരു കാര്യവും ഒന്നും നടക്കാത്ത ഒരു ഗ്രാമപഞ്ചായത്താണ് ഉപ്പുതറ. ആ പഞ്ചായത്തിലുള്ള കഴിവുള്ളവരെ ഇതുപോലുള്ള രാഷ്ട്രീയ സ്വാധീനം വെച്ച് വീടുകൾ സമ്പാദിച്ച് ആ വീടുകൾ പണി പൂർത്തീകരിച്ച് മറിച്ച് വിൽക്കുകയും അനധികൃതമായി വീട് സമ്പാദിക്കുകയൊക്കെ ചെയ്യുക. ഈ വ്യക്തികളിൽ നിന്നും പണം റവന്യൂ റിക്കവറി ഉൾപ്പെടെ നടത്തി ക്രിമിനൽ കേസുകൾ വരെ ഫയൽ ചെയ്ത് പണം തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 തീയതി ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിൻ്റെ വാതിൽക്കൽ 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ധർണ നടത്തപ്പെടുകയാണ്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ അവർകളാണ്. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വരീസാറ്, അങ്ങനെ തുടങ്ങി ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഈ ഒരു ബഹുജന സമരമായി ഈ സമരം മാറുകയാണ്. ഇനിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഇവരിൽ നിന്ന് പണം ഈടാക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് കൂടി അറിയിക്കുകയാണ്.